ഞങ്ങള് ഗിഫ്റ്റ് മേടിച്ചു. ഞാനിവിടെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്കാണ് ഈ ഓഗസ്റ്റിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുന്നത്. അതായത് ഇന്ന് ഓഗസ്റ്റ് 22 ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 8 years ആവുന്നു. അതേപോലെ 24th ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. കല്യാണം കഴിഞ്ഞിട്ട് 7 years ആവുന്നു. എൻഗേജ്മെൻ്റൊക്കെ ഒരു വലിയ സ്റ്റോറിയാണ്, അത് വഴിയെ ഞാൻ പറയാം. പിന്നെ അതേപോലെ വെഡിങ് ഒരു സംഭവബഹുലമായ കാര്യങ്ങളായിരുന്നു. 8 years മുമ്പെന്ന് പറയുമ്പോൾ എനിക്ക് 21 years പുള്ളിക്ക് 23 years. ഞങ്ങൾ തമ്മിൽ 2 years ഏജ് ഗ്യാപ്പാണ് ഉള്ളത്. 2 years ഏജ് ഗ്യാപ്പ് ആണെങ്കിൽ ഞങ്ങൾ ഒരു ക്ലാസ്സിൻ്റെ ഡിഫറൻസിലാണ് പഠിച്ചത്. അപ്പോൾ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ സംഭവബഹുലമായ ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു 8 years മുമ്പ് നടന്നത്. ഇപ്പോൾ 9:30 രാവിലെ. ഈ സമയം ഏകദേശം എനിക്ക് തോന്നുന്നു മേക്കപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞങ്ങളൊന്ന് വളരെ കൊച്ചുങ്ങളായിരുന്നു. എല്ലാം ഒരു ഇടപിടിയെന്നുള്ള എൻഗേജ്മെൻറ്റും കല്യാണമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആനിവേഴ്സറിയാണ് ഞങ്ങൾ ഈ വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ചെറിയ ഫങ്ഷൻ പോലെ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരും ചേച്ചി ഫാമിലി, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മ, ചേട്ടൻ നാട്ടിലില്ല, ചേട്ടൻ്റെ വൈഫ് മോൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉള്ളൊരു കുഞ്ഞ് ഗെറ്റ് ടുഗദർ, അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. എല്ലാ ഫങ്ഷനിലും ഇത് ചെറിയ ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഒരു ഗെറ്റ് ടുഗദർ വെക്കാറുണ്ട്. എല്ലാവരും കൂടും, ഫുഡൊക്കെ കഴിക്കും, എല്ലാവരും പാട്ടൊക്കെ പാടും, എന്നിട്ട് പിരിയും അങ്ങനെ. അപ്പോൾ അതേപോലെ ഒരു കുഞ്ഞു ഫങ്ഷൻ ഞങ്ങൾ ഇത്തവണയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങിക്കണം. ആക്ച്വലി ഞങ്ങൾ ഇന്ന് ഗിഫ്റ്റ് മേടിക്കാം, എന്നിട്ട് നാളെ ഒരു ചെറിയ ഔട്ടിങ് പോലെ ഒരുമിച്ച് പുറത്ത് പോവാം. ഇതെല്ലാം മോനെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അവൻ രാവിലെ 7:30 ആകുമ്പോൾ പോവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ടൈമാണ്. ഞങ്ങൾ ഏകദേശം 10 o'clock ഒക്കെ ആകുമ്പോൾ ഓഫീസിലേക്കും പോകും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോകാനുള്ളൊരു പ്ലാനിലാണ്. അതേപോലെ നാളെ ഞങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോകും, മറ്റന്നാളത്തെ ഫങ്ഷൻ. അപ്പോൾ ഈ 3 പരിപാടിയും കൂടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. കുറച്ച് ലെങ്തായിട്ട് എടുക്കണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ എത്തിയത്? കല്യാൺ ജ്വല്ലറിയിൽ. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ചു. പക്ഷേ എനിക്ക് മാത്രമേ ഗിഫ്റ്റ് വാങ്ങിച്ചുള്ളൂ. പുള്ളിക്ക് ഞങ്ങളൊരു സെക്കൻഡ് സ്റ്റഡാണ് നോക്കിയിരുന്നത്. സെക്കൻഡ് സ്റ്റഡല്ല, സ്റ്റഡാണ് നോക്കിയിരുന്നത്. പക്ഷേ ഉദ്ദേശിച്ച ഡിസൈനൊന്നും കിട്ടാത്തത് കൊണ്ട് ആ പ്ലാനെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എനിക്കുള്ള ഗിഫ്റ്റ് റെഡിയാണ്. സാധാരണ കല്യാണം തന്നെയാണ് ഡയമണ്ട്സ് ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് റിങ്സിനൊക്കെ. പിന്നെ ഇയറിംഗ് ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട്. എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഹലോ. അപ്പോൾ ഡേ 2. ഇന്ന് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഒത്തിരി ലേറ്റ് ആയിപ്പോയി. രാവിലെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അവിടെ നല്ല വെയിലായിരുന്നു. നല്ല സ്ഥലമായിരുന്നു അല്ലേ? അതെ, 1-ാം പാലം എന്ന് പറഞ്ഞ് നെടുങ്കണ്ട സൈഡ് നല്ല സ്പോട്ടായിരുന്നു. നമ്മളിങ്ങനെ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെയൊക്കെ ഭംഗി അറിയാൻ പറ്റും. അതെ, അത് നമുക്ക് തൊട്ടടുത്താണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സ്പേസ് കാണുന്നത്. നമ്മുടെ ഇന്നിടുന്ന പാട്ടിൽ ലൊക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. നല്ലതായിരുന്നു. അപ്പോൾ അത് കാരണം ഫുൾ ലേറ്റായി. ഇപ്പം ഏകദേശം 12 മണി ആവാറായി. പറഞ്ഞില്ലേ, നമുക്ക് ഇന്ന് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഇന്നലെ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണൻ അതെടുത്തിട്ടിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്, അവന് വാങ്ങിച്ചതാന്ന് പറഞ്ഞ് അവൻ എടുത്തിട്ടിട്ട് നടക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇന്ന് അങ്ങനെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഇന്നത്തെ സാധാരണ നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നല്ലെങ്കിൽ അതിന് അടുപ്പിച്ചൊരു ദിവസം നമ്മളൊരു ബ്രേക്ക് എടുക്കാറുണ്ട്. കാര്യം നമ്മൾ ഒരുമിച്ചാണല്ലോ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഒരു എന്താണ് ഒരു ഗ്യാപ്പ് നമ്മൾ എടുക്കും. എന്നിട്ട് ഇതേപോലെ പുറത്ത് പോവും, ഫുഡ് കഴിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ലുലുവിലാണ് പോകുന്നത്. കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. ഞാനങ്ങനെ നല്ല കട്ട പോസ്റ്റായിട്ട് നിൽക്കുവാണ്. ഇവരുടെ കൂടെ ഷോപ്പിങ്ങിന് വന്നാലുള്ള കാര്യം അറിയാലോ അല്ലേ. എത്ര നേരം പിടിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്താണ് പ്ലാനൊന്നും എനിക്കറിയത്തില്ല. പല സ്ഥലത്തായിട്ട് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവിടെ സ്റ്റക്കായിട്ടുണ്ട്. അവസാനം അറിയാം എന്താണ് ചെയ്യാൻ പോകുന്നത്. നിലാവത്ത് അയച്ചുവിട്ട കോഴിപ്പോഴേ ഞാനിങ്ങനെ പിറകെ നടക്കുവാണ്. എന്തെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഈ പരിപാടി ഒന്ന് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നാ തോന്നുന്നത്. അല്ല, ഇത് ഭയങ്കര സെലക്റ്റീവ് അല്ലേ? അല്ല, സാധാരണ നമ്മൾ ലേഡീസാണ് സെലക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാട്ടോ. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ വലിയ സമയമൊന്നും എടുക്കത്തില്ല. പക്ഷെ പുള്ളിക്കാരൻ ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ കുറേ സമയം വേണം. ഒന്നും ഇഷ്ടപ്പെടത്തുമില്ല. പിന്നെ ഞാൻ എടുത്ത് കാണിക്കാൻ നിൽക്കാത്തത് എൻ്റെ സ്റ്റൈലും പുള്ളിയുടെ സ്റ്റൈലും തമ്മിൽ ഭയങ്കര ഡിഫറെൻറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല, ആൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്തോ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, ഞാൻ പിന്നാലെ പോവുകയാണ്. നമ്മുടെ കളർ സെൻസൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഡ്രസ്സൊന്നും ഞാൻ സെലക്ട് ചെയ്യാറേ ഇല്ല. എൻ്റെ ഡ്രസ്സൊന്നും പുള്ളി സജസ്റ്റ് ചെയ്തില്ല. അതായിരിക്കും നമ്മുടെ കോമ്പാക്റ്റിബിലിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫിറ്റിംഗ് റൂമിലേക്ക് പോവുകയാണ്. അഗെയിൻ ഞാൻ പോസ്റ്റ് ആവാൻ പോവുകയാണ്. കുറേ വാരി പറക്കിയിട്ടിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ എങ്ങോട്ടേക്ക് നോക്കണമെന്ന് അറിയാൻ വേണ്ടി നിൽക്കുവാണ്. കുറേ സമയം എടുക്കുമായിരിക്കും അല്ലേ? ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് വരും. ഇനി അതിനൊക്കെ അഭിപ്രായം പറയട്ടെ. ഓക്കെ. A few moments later. യെസ്, അങ്ങനെ ഫൈനലി കഴിഞ്ഞു. ഈ ഗ്യാപ്പിൽ എന്നെപ്പറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കണമെന്ന് ഈ വീഡിയോ കണ്ടു നോക്കാം. സാധാരണ ഇത്രയും പെട്ടെന്ന് എടുക്കുന്നതല്ല. നല്ല പെട്ടെന്ന് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? എക്സ്പോയാ അപ്പം നോക്കട്ടെ, കുറച്ചുകൂടെ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ കണ്ണൻ്റെ സ്പെക്സ് ഒന്ന് ഡാമേജ് ആയിട്ടത് റിട്ടേൺ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊന്ന് ഫ്ലിപ്കാർട്ടിൽ കൂടെ കയറി. അത് കഴിഞ്ഞിട്ട് യൂഷ്വലി കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ മാത്രം കിട്ടുന്ന കുറച്ച് ഐറ്റംസ് സാധാരണ പർച്ചേസ് ചെയ്യാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പോയി. അങ്ങനെ ഞാനും കണ്ണനും കേക്കായിട്ട് എത്തിയിട്ടുണ്ട്. കണ്ണൻ കേക്ക് കൊണ്ടുവന്നപ്പോൾ തൊട്ടേ അത് മുറിക്കാനുള്ള ഒരു വെപ്രാളത്തിലായിരുന്നു. അവനൊരു കേക്ക് ലവറാണ്. ആരവനെ കാണാൻ വന്നാലും കേക്ക്സ് യൂഷ്വലി കൊണ്ടുവരുന്നത്. അങ്ങനെ ഇതാണ് റെഡിയാക്കിയ കേക്ക്. അപ്പം നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ആ പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ 7th ആനിവേഴ്സറി നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കേക്ക് അവന് തന്നെ കൊടുക്കട്ടെ. അവനിങ്ങനെ കൊതി വിട്ട് നിൽക്കുക. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബഹളം തുടങ്ങും. എത്ര നേരമായെന്നറിയോ ഞങ്ങളുടെ പിറകെ ആ കേക്ക് കഴിക്കാനായിട്ട് അവൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും.
ഹാപ്പി ആനിവേഴ്സറി, എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾ ഭാവുകളും നേരുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മക്കളെ. ഹാപ്പി ആനിവേഴ്സറി മക്കളെ. ഹാപ്പി ആനിവേഴ്സറി. ഹലോ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാമൻ്റെയും മാമിയുടെയും വെഡിങ് ആനിവേഴ്സറി കൂടാൻ വന്നതാണ്. ഞങ്ങൾ ഇതിനൊക്കെ എല്ലാ സെലിബ്രേഷനും ഇങ്ങനെ ഇതായിട്ട് ഞങ്ങൾ ആഘോഷിക്കും. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെന്താ, അപ്പോൾ മാമനും മാമിക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു, ഫുഡെല്ലാം കഴിഞ്ഞു, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് എല്ലാം കിട്ടി. വിഷ് ചെയ്തവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും ഇത് കണ്ടുകൊണ്ടിരുന്നവർക്കും എല്ലാം താങ്ക് യു.